ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിതൊരു മസാല ഷവായ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു മസാല ഷവായാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഷവായാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിക്കൻ ഞാനിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായി ഒന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചിക്കൻ നന്നായിട്ടൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാനതിലേക്ക് ഇനി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാനതിലേക്ക് ഇനി ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഞാൻ 3 കറുവപ്പട്ടയും ഒരു ബേ ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല എല്ലാം കൂടി നന്നായി ഇളക്കിയെടുക്കാം. ശേഷം അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്ത് ഒന്ന് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് മിക്സഡ് ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 2 സ്പൂൺ തൈര്. ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ആഫ്രിക്കൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്ത് അരച്ചതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ചിക്കനിലെ ഉള്ളിലേക്കും എല്ലായിടത്തേക്കും നന്നായി തേച്ച് മാറ്റി നമുക്കൊരു 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് റൊമാലോ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്.